അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള ഏതോ ഒന്നാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്. അപ്പം ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം. അൽ കിറാമി ബററ, അവസാനത്തിലാണ് വരിക, അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്, വ അല്ലമഹു, സുക്കൂനായിരിക്കും, ഹർഫുകളുണ്ട്. അപ്പം ഒന്നാമത്തതിനോട് യോജിച്ചത് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ എടുത്തെഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള, അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? ഹർഫുകളുണ്ട്. അപ്പം ചില ഹർഫുകൾക്ക് 5ഉം 6ഉം 7ഉം സിഫത്തുകളുണ്ട്. അപ്പോൾ അവിടെ ഹർഫുകളുണ്ട് എന്നാണ് എഴുതാനുള്ളത്. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. ഇനി മൂന്നാമത്തത് എല്ലാ ഹാഉകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. അപ്പം അവസാനത്തിലാണ് വരിക എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത് സക്കത്തയുടെ ഹാഇന് എപ്പോഴും സുക്കൂനായിരിക്കും. സക്കത്തയുടെ ഹാഇന് എപ്പോഴും എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അപ്പോൾ അവിടെ സുക്കൂനായിരിക്കും എന്നുള്ളതാണ് എഴുതാനുള്ളത്. അഞ്ചാമത്തത് അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറതി. അവിടെ എഴുതാനുള്ളത് അൽ കിറാമിൽ ബററ എന്നുള്ളതാണ്. അൽ കിറാമിൽ ബററ. ഇനി ഏറ്റവും അവസാനത്തത് ആറാമത്തത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. അപ്പോൾ അവിടെ വ അല്ലമഹു എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തത് തിരഞ്ഞെടുത്തെഴുതാം. അപ്പം അവിടെ കുറേ ഹർഫുകൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ ഇസ്തിഗ്ലാഇൻ്റെ ഹർഫുകൾ മാത്രം എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം ഇസ്തിഗ്ലാഇൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? സീന്, സ്വാദ്, സാ, ഖാഫ്, ഹാ, താ, ഖാ. ഈ അക്ഷരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇസ്തിഗ്ലാഇൻ്റെ ഹർഫുകൾ എത്ര മാത്രമാണ് അതിലുള്ളത്? 3 മാത്രമാണ്. സ്വാദ്, ഖാഫ്, ഖാ. അപ്പം അത് അവിടെ നിന്ന് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതെന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് ഇത്തുബാഖ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. അപ്പോൾ അവിടെ ഇത്തുബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗവും അണ്ണാക്കുമായി ചേരൽ. അപ്പോൾ അതാണ് അവിടെ അണ്ണാക്കുമായി ചേരൽ എന്നുള്ളതാണ് അവിടെ പൂർത്തിയാക്കി എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് ഇസ്തിഗ്ലാ, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അതിനാണ് എന്ത് പറയുക? ഇസ്തിഗ്ലാ എന്ന് പറയുക. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. അപ്പോൾ അവിടെ അണ്ണാക്കിലേക്ക് ഉയരൽ എന്നാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് റിഹ്വ്, മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. അവിടെ ശബ്ദം നടക്കൽ എന്നുള്ളത് എടുത്തെഴുതുക, ചേർത്തി എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അവിടെ ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ഭാഗമാണ്. ഓരോ ഉദാഹരണം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഹാ ഉത് തഅനീസ്. ഹാ ഉത് തഅനീസിന് എന്ത് ചെയ്യണം? ഓരോ ഉദാഹരണങ്ങൾ, ഒറ്റ ഉദാഹരണങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ കുറേ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അൽ ഖാരിയ, മൽ ഖാരിയ, വമാ അദ്റ, അടുത്തത് വഫാകിഹത്തിൻ കസീറ, ആമിലത്തുൻ നാസിബ, ഹൽ അതാക ഹദീസുൽ ആഷിയ. അപ്പോൾ അവസാനത്തിൽ വരുന്നതൊക്കെ എന്താണ്? ഹാഉ
തഅനീസാണ്. പിന്നെ ലാ മക്തൂഅത്തിൻ വല മംനൂഅ ഉണ്ട്, അവസാനത്തിൽ ഒരു താ വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് എന്ത് പറയുക, ഹാ ഉ തഅനീസ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ അൽ ഖാരിയ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തത് സക്കത്തയുടെ ഹാ ഇന്ന്. അപ്പോൾ സക്കത്തയുടെ ഹാ ഇന്ന് ഒരു ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം മാത്രമാണ് അവിടെ എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് ഹാ ഉ ലമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഒരു ഉദാഹരണം. ഏതാണ്? വ ഇലൈഹിൽ മസ്വീർ, വ ഇലൈഹിൽ മസ്വീർ. ഹാ ഉ ലമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂന് വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വ ഇലൈഹിൽ മസ്വീർ എന്നുള്ളത്. ഇനി അടുത്തത് നാലാമത്തത് ഹാ ഉ ലമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന്, ഹാ ഉ ലമീറിൻ്റെ മുമ്പ് എന്ത് വന്നതിന്? സുക്കൂന് വന്നതിൻ്റെ ഒരു ഉദാഹരണം അൻഹു തലഹ, അൻഹു തലഹ എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് നോക്കാനുള്ളത്, ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? ഉത്തരം എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നതുമായിട്ടുള്ള ഹംസക്കാണ് എന്ത് പറയാ? ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹാ ഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഹാ ഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? താ ആയിട്ട്. അപ്പോൾ താ ആയിട്ട് തന്നെയാണ് എന്താക്കേണ്ടത്? ഹാ ഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ ഓതേണ്ടത്. ഇനി മൂന്നാമത്തത് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? എന്തിനാണ് സിഫത്തുകൾ എന്ന് പറയുക? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്ക്. അപ്പം അതിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാം. ഒന്ന് ആയത്തുൽ കുർസി, രണ്ടാമത്തത് ആമന റസൂലു, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൗ അൻസൽന. അപ്പം ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവനെ സംബന്ധിച്ച്. അപ്പം അവരുടെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള, അപ്പോൾ അവിടെ ഖുർആൻ മനഃപ്പാഠമുള്ള എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അപ്പോൾ അവിടെ ഖുർആൻ മനഃപ്പാഠമുള്ള എന്ന് എഴുതി ചേർക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.